കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ചോറാണ്, ഇതൊക്കെ തിന്നാലോ. രാവിലെ നല്ല സമാധാനത്തിലാട്ടോ ഇന്ന് നീച്ചത്. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. വിഷമം വരാനാണെങ്കിലും സന്തോഷം വരാനാണെങ്കിലും ഒക്കെ. ഞാൻ പറയലില്ലേ, മുറ്റത്തൊരു പൂ വിരിഞ്ഞാൽ എനിക്ക് സന്തോഷം വരാൻ അതൊരു കാരണമാണ്. മുറ്റത്ത് ഞാൻ പ്രതീക്ഷിക്കാത്ത മരത്തിൽ എന്തെങ്കിലും ഒരു കേട് കണ്ടാൽ അത് സങ്കടം വരാനൊരു കാരണമാണ്. അത്ര ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ എൻ്റെ ഇമോഷൻസ് കണക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കുറച്ചധികം ദിവസമേ ഇക്ക വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ നല്ല സമാധാനമാണ്. കാരണം ഇന്ന എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാനും അങ്ങനെ ബോറടി മാറാനൊക്കെ ഭയങ്കര ഒരു മരുന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമൊക്കെ കുറേ ദിവസം ഇങ്ങനെ സീസണൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ടെൻഷനാണ്. പഠിച്ചോനെ നാളത്തെ കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ടേ ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ ഇന്ന് ജീവിച്ചാൽ ഇന്ന് സമാധാനമായിട്ട് ജീവിക്കുക, സമാധാനമായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക എന്നൊക്കെ ഉള്ളൊരു പോളിസിയാണ് ഇപ്പോൾ നമുക്ക്. മറ്റൊന്നുകൊണ്ടല്ല, ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്താണോ, നമ്മളെ വൈറ്റമിൻ ഡിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസിയൊക്കെ ഇപ്പം ഇങ്ങനെ നോർമലായി വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. മരുന്ന് കുടിക്കണോണ്ടൊക്കെ ആയിരിക്കും. എന്നാലും നോർമലായതുകൊണ്ട് തന്നെ മെൻ്റലി ഫിറ്റായി വരുന്നുണ്ട്. ഫിറ്റാണെന്ന് പറയാനായിട്ടില്ല, ആയി വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ പഴയ ആ ഒരു ഊർജ്ജവും പ്രസരിപ്പൊക്കെ ഇങ്ങനെ തിരിച്ചെടുക്കുന്ന തിരക്കിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ റേക്കിൻ്റെ മുകളിലുള്ള മൺപാത്രങ്ങളൊക്കെ വീണ്ടും തിരിച്ചിറക്കും കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ. നമ്മളേ ബീഫൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പോയിട്ടില്ല എൻ്റെ വീട്ടിലേക്ക്. ഈ ജൂൻ്റെയും മുന്നൂൻ്റെയൊക്കെ കുട്ടീൻ്റെ മുടി കളച്ചിൽ, അതായത് ഹക്കീകത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ബീഫ് ഇന്നാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ഞാൻ മൺചട്ടിയൊക്കെ റേക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്തു. നമ്മൾ വിറക് ഉണ്ടാക്കിയില്ലേ ഈവനിങ്ങിൽ, എന്നിട്ട് അത് അടുക്കിയൊക്കെ വെച്ചു. ആ വിറകൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ വീണ്ടും ഞാൻ അടുപ്പിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓർമ്മ ഉണ്ട് എനിക്ക്, കടുകും ഉലുവയും ജീരകമൊക്കെ അപ്പൂസ് ഒന്നാക്കിയത്. ഇപ്പം ഞാനത് അങ്ങനെയാണ് ഉപയോഗിക്കലാണ്, കളയലൊന്നുമില്ല. അതായത് ആ മൂത്രമൊഴിച്ചത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് മാറ്റി വെച്ചതുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൂസുയ്ക്കൊക്കെ വീട്ടിലെ തറവാട്ടിലൊക്കെ പോയി വന്നപ്പോഴേക്ക് ഞാൻ കഞ്ഞിയൊക്കെ റെഡിയാക്കിയിട്ട് കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൂസ് ഇതാ സ്വന്തമായിട്ട് കഴിക്കട്ടോ. തൈരാണ് ആ കഴിക്കണത്, അവന് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുന്നതോടൊരു കാളൂട്ടാണ്ടായിട്ടുണ്ടാവും, സാരില്ല, കുഴപ്പമില്ല, അവൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 2 സ്പൂൺ എടുത്തിട്ടേ ഷവർമ്മ കട്ട് ചെയ്യണ പോലെ ഒന്ന് കാതടിക്കായിരുന്നു. അതേപോലെ കൈ കൊണ്ട് ചോറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്നുണ്ട്. അവിടെ നിലം ക്ലീൻ ആയതുകൊണ്ട് തന്നെ അതിന് ഞാൻ പ്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് കഴിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഇതാ ഇക്ക അവനെ വാഷ് ചെയ്യാണ്. ഇക്ക ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമാണ്. മറ്റേ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എപ്പോഴൊന്നുമല്ല, ചില സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ടില്ലെങ്കിലും ഒരു തരത്തിലുള്ളൊരു എന്തോ തോന്നും, അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഫിസിക്കലി വീക്കായത് മുതൽ എനിക്ക് ഇക്ക കൂടെ ഉള്ളത് ഭയങ്കര ഒരു സമാധാനമാണ്. കോഴികൾക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് പുറത്തൊക്കെ ഇറങ്ങി. മഴ വരുന്നുണ്ട്, ഇന്ന് മഴക്കുള്ളൊരു കോളുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടൊന്നുമില്ല. ഞാൻ പറഞ്ഞ് കുറച്ച് സമയമായപ്പോഴേക്കന്നെ നല്ല മഴ പെയ്തിട്ടുണ്ട്. ജനലിങ്ങനെ കാറ്റിന് വന്ന് അടിയണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇരുട്ട്. അടുക്കളയിൽ ഞാൻ ആ ഒരു അടുപ്പിൻ്റെ മുകളിൽ മാത്രം ലൈറ്റ് ഇട്ടിട്ടുള്ളൂ. അപ്പം നല്ല ഇരുട്ട് കാണാൻ കേട്ടോ. നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു. ചോറൊക്കെ അടുപ്പിൽ തന്നെയാണ് വെച്ചത്. അതൊക്കെ ഊറ്റിയിട്ട് ഞാൻ നേരെ നമ്മളെ ഇറച്ചി മാരിനേറ്റ് ചെയ്ത് വെച്ചത് അടുപ്പിൽ വെച്ചു. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇതങ്ങനെ കുക്ക് ചെയ്യാൻ വെച്ചതൊക്കെ കേട്ടോ. അത് കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ജനലൊക്കെ തുറന്നിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബെഡൊക്കെ റെഡിയാക്കി റൂമൊക്കെ ഒന്ന് സെറ്റാക്കി. എനിക്കിപ്പോൾ ഈ കട്ടിലിൻ്റെ പൊസിഷൻ മാറ്റിയോണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഈ ഒരു റൂം ഒന്നുകൂടെ ഒന്ന് പ്രിയപ്പെട്ടതായിട്ടുണ്ട്. അപ്പൂസിൻ്റെ കുളിയൊക്കെ, അതായത് ഇക്കന്നെ കുളിപ്പിച്ചിട്ട് ഓനെ എടുത്തിട്ട് ഞാൻ നേരെ ഉറക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് സമയം പാലൊക്കെ കൊടുത്ത് അങ്ങനെ ആൾ ഉറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചൂല് കൊടുത്തിട്ട് സിറ്റൗട്ടിക്ക് അടിച്ചു വരാൻ പോയേക്കാണ്. തുടക്കം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറേ സമയം അധികം വേണം കേട്ടോ. അപ്പോൾ ഞാൻ സമയം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഞാനിന്ന് അടിച്ചു വരിയതൊക്കെ വെറുതെ ആയി. മുറ്റം കിടക്കണ കോലം കണ്ടില്ലേ, അതേപോലെ തന്നെ അടിച്ചു വാരുന്നതൊക്കെ അവിടെ കൂട്ടി വെക്കലാണ്. തീ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഒരു വെണ്ണീരെടുത്തിട്ട് നമുക്ക് മരത്തിൻ്റെയൊക്കെ ചോടിട്ട് കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മഴ പെയ്തുകൊണ്ട് അതൊക്കെ വെള്ളത്തിലായി. കുഴപ്പമില്ല, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ചോർന്ന് വെയിലരച്ചുമ്പോൾ കത്തിക്കാമെന്ന് വിചാരിച്ചു. ബീഫ് അവിടെ ആവുന്ന സമയത്ത് തന്നെ
ഇവിടെ നല്ല പരിപ്പും മുരിങ്ങാക്കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക് ബീഫ് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതിനോടൊന്നും പൊതുവേ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കി, ബാക്കിയുള്ളത് നോർമലായിട്ടുണ്ടാക്കി. ആ സമയത്താണ് ഇക്കാക്ക് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഇക്ക അങ്ങനെ പോയി. ഞാനാണെങ്കിൽ തുടക്കലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ടയേർഡായിട്ടോ. വേഗം ഒരു പാത്രത്തിലെടുത്തിട്ട് വേഗം ചോറുന്നു. ഈ തേങ്ങാക്കൊത്തൊക്കെ പിന്നെയാണ് റെഡി ആയത്. അതവിടെ നിന്നോട്ടേ കരുതി അത് മുഴുവനായിട്ട് റെഡി ആവണതിൻ്റെ മുന്നേ അതിൽ എടുത്തിട്ട് ഞാൻ ചോറ് കഴിച്ചു. കാരണം അപ്പൂസ് എണീറ്റാൽ പിന്നെ ചിലപ്പോൾ എനിക്ക് ഇരുന്ന് കഴിക്കാൻ കഴിയില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വിശപ്പാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കണം. അങ്ങനെ ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തു. നല്ല സമാധാനമുണ്ട് മനസ്സിന്. ഇനി ഉണങ്ങിയതൊക്കെ ഇതാ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ആ സമയം എപ്പോഴേക്കേ അപ്പൂസ് ഇങ്ങനെ ഉണരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് കേട്ടോ. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, കുറേ സമയമായിട്ടുണ്ട് ഉറങ്ങിയിട്ട്. അവനിങ്ങനെ നന്നായിട്ട് ഉറങ്ങും, സൗണ്ടൊന്നും ഇല്ലെങ്കിൽ, നല്ല മൂടാണെങ്കിൽ, തണുപ്പൊക്കെ ആണെങ്കിൽ കേട്ടോ. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ആളിതാ ഉണർന്നിട്ടുണ്ട്. പിന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഈ ഒരു ചിരിയൊക്കെ മതിയില്ലേ നമ്മളും ഹാപ്പി ആവാൻ. അത് കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിച്ചണിൽ വന്നു. ഇക്ക പോയതല്ലേ, അപ്പോൾ അവന് വേണ്ടിയിട്ട് ടൈം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഉള്ളത് ഓരോന്ന് വലിച്ചിടുക. എൻ്റെ ഒരു ദിവസത്തെ പണി എന്ന് പറയുന്നത് അടുക്കി വെക്കുക, അപ്പൂസ് വലിച്ചിടുക, വീണ്ടും അടുക്കി വെക്കുക, അതൊക്കെ തന്നെ കേട്ടോ. നല്ലൊരു ചായ ഇട്ടിട്ട് കുടിക്കാൻ നല്ല പൂതി. പാലുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി ഫെബി എപ്പോഴും പാലൊഴിച്ചിട്ടാണ് ചായ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഏതായാലും പാലും പാക്കും ഉണ്ടായിരുന്നു. ജ്യൂസിനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും സ്റ്റോക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുത്തിട്ട് വെള്ളം മിക്സ് ചെയ്തെങ്ങാണ്ട് അങ്ങനെ നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കിട്ടോ. വെറുതെ ഒന്നുമല്ല, സാധനം അടിപൊളിയാണ്. നല്ല മിച്ചറും ഉണ്ടായിരുന്നു. അത് ഇക്ക കൊടുന്നതായിരുന്നു, കുറച്ച് മുന്നേ കൊടുന്നതായിരുന്നു കേട്ടോ. മിച്ചറും കൂട്ടിയിട്ട് അങ്ങനെ ചായ അടിച്ചു. അപ്പോൾ അപ്പൂസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു പരിപ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ, ഒരു ദാല് ടൈപ്പ്, അത് ഓന് കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹാളിൽ വന്നിട്ട് ഓൻ ഊഞ്ഞാലൊക്കെ ആടാണ്. കുറേ ഓൻ അതിലിരുന്നാടി. പിന്നെ ഓൻ ഇരുത്തിട്ടോ. എന്നിട്ട് ഓൻ്റെ പരിപാടി എന്താണെന്നോ, ഈ സ്റ്റെപ്പിൻ്റെ അവിടെ പോയി ഓനിരിക്കും. എന്നിട്ട് ഞാൻ ഓനിങ്ങനെ കാലുകൊണ്ട് പിടിച്ച് പറഞ്ഞങ്ങാണ്ട് ചെന്നങ്ങാണ്ട് തൊടണം. ഇപ്പോഴുള്ളൊരു പരിപാടി അതാണ്. അതും കുറേ നേരം ഞങ്ങൾ അങ്ങനെ ആടിയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇക്കല്ലല്ലോ, അപ്പോൾ ഓൻ ഒറ്റക്കാവുമ്പോൾ ബോറടിക്കും. മുറ്റം നിറയെ ചളിയും വെള്ളമൊക്കെയാണ്. ഓനതൊന്നും തൊടാത്തതും അതൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായതല്ലേ, അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് ഇറക്കില്ല. ഈവനിങ് ആയതുകൊണ്ട് ഞാൻ ഈ ടേബിളിലുള്ളതൊക്കെ മടക്കി വെച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കുറേ ബെഡ്ഷീറ്റാണ് അവന് മൂത്രയിക്കണ പുതപ്പും പിന്നെ അതിൻ്റെ ആ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ്. അതങ്ങോട്ട് മടക്കിയിട്ടാൽ തന്നെ കുറേ ഒരു ഒഴിവ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് രാത്രി അപ്പൂസിന് കൊടുത്തത് കഞ്ഞിയും പിന്നെ മല്ലിച്ചമ്മന്തിയാണ് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അപ്പൂസ് ഇങ്ങനെ ആ ഒരു സാധനം തന്നെ, തൈര്, മല്ലിച്ചമ്മന്തി, അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് കഴിക്കണുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഒരു ഇശാബാൻ കൊടുത്തപ്പോൾ റൂമൊക്കെ സെറ്റാക്കിയിട്ട് അപ്പൂസിനെ ഉറക്കാനുള്ള പ്ലാനായി. ഇക്കയില്ലല്ലോ, അപ്പോൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്ക രാത്രി കിടക്കുമ്പോൾ ഇടുന്ന ഷോക്സൊക്കെ എടുത്ത് കൊടുത്തിട്ട് അതൊക്കെ ഇടുന്ന തിരക്കാണ്. ഇനി ഇവനെ മെല്ലെ ഉറക്കിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാനും പെട്ടെന്ന് തന്നെ ഉറങ്ങാനുള്ള പരിപാടിയാണ്. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും കാണാം.